കേരള സർക്കാർ വഴി വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നേടാൻ ഒരു സുവർണാവസരം വന്നിട്ടുണ്ട്. കേരള സർക്കാർ സ്ഥാപനമായ ഒഡെപെക് വഴി ഗൾഫ് രാജ്യങ്ങളിലെ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. UAEയിലും ഒമാനിലുമാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്നും അതിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതൊക്കെ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണ്, ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് എവിടെയും ആയിക്കോട്ടെ, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിലെ മറ്റു സംസ്ഥാനങ്ങളിലോ ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്പിലോ ഏത് രാജ്യങ്ങളിലും ആയിക്കോട്ടെ, നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ, ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ തന്നെ കൂടിക്കോളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ശേഷം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും ജോബിന് അർഹതപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോളൂ. കാരണം കേരള സർക്കാർ നടത്തുന്ന റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം UAEയിലേക്കും അതേപോലെ തന്നെ ഒമാനിലേക്കും കേരള സർക്കാർ നടത്തുന്ന പുതിയ റിക്രൂട്ട്മെന്റ് എന്തൊക്കെയാണെന്ന്. ആദ്യത്തെ വേക്കൻസി വരുന്നത് HVAC ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ്. 10 പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ 10 പേരെ ആവശ്യമുണ്ട്. ഇലക്ട്രിക്കൽ കൺട്രോളർ ടെക്നീഷ്യൻ 10 പേരെ ആവശ്യമുണ്ട്. അസിസ്റ്റന്റ് AC ടെക്നീഷ്യൻ 10 പേരെ ആവശ്യമുണ്ട്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ 10 പേരെ ആവശ്യമുണ്ട്. അടിസ്ഥാന യോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ITI ആണ്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ശമ്പളം വരുന്നത് 1000 UAE ദർഹം മുതൽ 1800 UAE ദർഹം വരെ ആയിരിക്കും. അടുത്ത വേക്കൻസി വരുന്നത് സെക്യൂരിറ്റി ഗാർഡായിട്ടാണ്. ഇത് UAEയിലേക്ക് തന്നെയാണ്. പുരുഷന്മാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവരോ അതിന് മുകളിൽ യോഗ്യതയുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക. അതായത് നിങ്ങൾ 10ാം ക്ലാസ് ഫെയിലാണ് അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല എങ്കിൽ, പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. മിനിമം സെക്യൂരിറ്റി ഗാർഡായിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ യോഗ്യത കണക്കാക്കുന്നത് SSLC ആണ്, പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 25നും 40നും ഇടയിൽ പ്രായമുള്ള മിനിമം 5.9 മീറ്റർ ഹൈറ്റുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിലേക്ക് സാലറി വരുന്നത് 2262 UAE ദർഹമായിരിക്കും. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതി സെപ്റ്റംബർ 30 ആണ്. HVAC ടെക്നീഷ്യന്റെ അവസാനത്തെ തീയതി 3-ാം തീയതിയാണ്, ഒക്ടോബർ 3-ാം തീയതിയാണ്. അടുത്ത വേക്കൻസി വരുന്നത് ഫിസിക്സ് ടീച്ചർ പോസ്റ്റിലേക്കാണ്. ഇത് ഒമാനിലേക്കാണ് ഈ ഫിസിക്സ് ടീച്ചർ പോസ്റ്റ് വന്നിട്ടുള്ളത്. ഒരാളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. ഇതിലേക്കുള്ള യോഗ്യത ചോദിച്ചിട്ടുള്ളത് BSc ഫിസിക്സ് പ്ലസ് BEd ആണ്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രായപരിധി 40 വയസ്സാണ്. ശമ്പളം വരുന്നത് 300 ഒമാൻ റിയാൽ ആയിരിക്കും. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ കേരള സർക്കാർ UAEയിലേക്ക് അല്ലെങ്കിൽ ഒമാനിലേക്ക് നടത്തുന്ന ഒഴിവുകളിലേക്ക് വന്നിട്ടുള്ളത്, റിക്രൂട്ട്മെന്റുകളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ജോബിനെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏത് ജോബിന് വേണ്ടിയിട്ടും അപേക്ഷിക്കാൻ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏത് ജോബിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള വകുപ്പ് അതിലുണ്ട്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അതിലുണ്ട്. ആ ഒരു സൈറ്റിൽ തന്നെയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓർക്കുക, യോഗ്യതയുള്ളവർ ഈ അവസരം പാഴാക്കരുത്. കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ആ ഒരു ജോബിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ ലഭ്യമാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.